ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നെക്സ്റ്റൊക്കെയാണ് വന്നേക്കുന്നത്. രാത്രി 7:30 അങ്ങോട്ട് ആയപ്പോഴാട്ടോ നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ 8:15 ആയപ്പോഴേക്കും നെസ്റ്റോയിൽ എത്തി. റോഡിൽ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പണി നടക്കുന്നവർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ശോഭയുടെ അവിടെ ചെറിയൊരു തിരക്ക് കിട്ടി. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ തന്നെ മുകളിലേക്കാണ് പോയത്. നമ്മുടെ പാത്രങ്ങൾ, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കിട്ടാം. അപ്പോൾ ഇവിടെ തത്തക്കൂട് പോലൊരു സംഭവമൊക്കെ കണ്ടു. അതിന് ശേഷം കിച്ചുട്ടിന് നമ്മൾ കളിപ്പാട്ടം മേടിക്കാനായിട്ട് പോയി. പക്ഷെ അവന് ഡ്രസ്സ് സ്വയമായി ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പെണ്ണുണ്ണികൾക്ക് പറ്റിയ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കും അതുപോലെ ചപ്പൽസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചുട്ട അജിലി ചേട്ടന് വേണ്ടി കണ്ണാട അങ്ങനെ കൊടുക്കാട്ടോ. അപ്പോൾ അവനിങ്ങനെ ഓരോന്നെടുത്ത് വയ്ക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും ഓരോന്നെടുത്ത് അങ്ങനെ കളിച്ച് നിൽക്കുകയായിരുന്നു. അതിന് ശേഷം നമ്മൾ ബാഗൊക്കെ നോക്കാനായിട്ട് പോയി. ബാഗ് നോക്കാമെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നല്ല റേറ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ ബാഗ് എടുത്തില്ല. പിന്നെ ഒരു ഫ്രോക്ക് എടുത്തു. അമ്മ പിടിച്ച് നിൽക്കേണ്ടിയിരുന്ന ഒരു ബ്ലൂ ഫ്രോക്ക് എടുത്തു കേട്ടോ. അതിന് വന്നിട്ട് 1200 സംതിങ് ആണ്. പക്ഷെ നമുക്ക് ഓഫറിന് 600 റുപ്പീസിന് കിട്ടി. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഭാഗത്തേക്ക് വന്നു. നമ്മുടെ മിഠായി, ജ്യൂസ് അങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പോൾ രജീഷേട്ടൻ ഇങ്ങനെ കോഴികളെ വിളിക്കണ പോലെ വിളിക്കുകയാണ്, പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളതൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഫിഷ് ഐറ്റം, ചിക്കൻ, മീറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടു. പക്ഷെ അവിടെ നിന്നൊന്നും നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ല. നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് കോർട്ടിലേക്ക് പോകാനാണ് നമ്മൾ മെയിനായിട്ട് നെസ്റ്റോയ്ക്ക് വരുന്നത് കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൈസൂർ ലഡ്ഡു, മൈസൂർ ജിലേബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊരു ബോക്സ് മേടിച്ചു വെറുതെ ടേസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ ചിക്കൻ, ബീഫ് അങ്ങനെ സംഭവങ്ങളൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ KFC, അതുപോലെ ഷവായി ചിക്കൻ, ഗ്രിൽ ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 200 സംതിങ് ഉള്ളൂ എല്ലാത്തിനും. ഫ്രൈഡ് റൈസിന് വന്നിട്ട് 109 റുപ്പീസാണ്. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. KFCക്ക് വന്നിട്ട് 4 പീസും 4 ബിഗ് പീസും ഉണ്ടാവും. പിന്നെ നമ്മുടെ ബർഗർ അങ്ങനെ കച്ചപ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് സ്പ്രൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്യാൻഡീസ്, ചോക്ലേറ്റ്സ്, സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു പിന്നെ പോയത്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൈസൂർ പാക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ മൈസൂർ പാക്ക് എന്താവും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെയ്യൊക്കെ കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ ഈ കാണുന്നത് സ്പൈസസ് ആട്ടോ. കുരുമുളക്, കാടമം, അതുപോലെ കറുവപ്പട്ട അങ്ങനെ ഗ്രാമ്പു അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണ അടിപൊളിയൊരു സ്പേസ് ഉണ്ട് അവിടെ. അതിനുശേഷം നമ്മുടെ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ആപ്പിളിന് നല്ല വില കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കിലോ 179 ആണ്. 179 ആയിട്ടാണ് നമ്മൾ മേടിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ ഐസ്ക്രീമിൻ്റെ സ്ഥലത്തേക്ക് ഇട്ടു കേട്ടോ. ഐസ്ക്രീമിൻ്റെ സ്ഥലത്ത് ഭയങ്കര ഓഫർ ഉണ്ടാവും. നിങ്ങൾക്ക് വരുമ്പോൾ അറിയുന്നുണ്ടാവും. ഐസ്ക്രീമിനൊക്കെ നല്ല ഓഫറാണ്. 999 റുപ്പീസിനാണ് നമുക്ക് ഓഫറിൽ കിട്ടിയത്. അത് 3 ഫ്ലേവേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. മാംഗോയും വാനിലയും പിന്നെ സ്ട്രോബെറി ആയിരുന്നു. അങ്ങനെ നമ്മൾ മേടിച്ചത് മാംഗോ ആട്ടോ. അപ്പോൾ നമ്മൾ 2 ബോക്സ് മാംഗോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോക്ലേറ്റും മേടിച്ചു, പിന്നെ സ്ട്രോബെറിയും മേടിച്ചു. അതിനുശേഷം നമ്മൾ ഫേവറേറ്റ് ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് എടുത്തു. അതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. 69 റുപ്പീസോ 66 റുപ്പീസ് ആയിരുന്നു. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഒടുക്കത്തെ വരിയായിരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിലെത്തുമ്പോൾ 11 മണി 11:30 ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ക്രിക്കറ്റ് കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാജസ്ഥാനും ചെന്നൈയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഞ്ജു ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ലേറ്റ് ആയി ഇത്തിരി പേടിയുണ്ടായിരുന്നു അച്ഛൻ എന്തെങ്കിലും പറയുമെന്ന്. പിന്നെ നമ്മുടെ കിച്ചുട്ട് നമ്മുടെ മിഠായി പൊട്ടിക്കാണ്ട് ഒരു സുഖമില്ല എന്ന് പറഞ്ഞ് മിഠായി പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ചപ്പോൾ പിന്നെ നമ്മൾ വലിയൊരു ചെറിയൊരൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ത്വരയിലായിരുന്നു. അങ്ങനെ അത് അപർണയിച്ച് പൊട്ടിച്ച് നമ്മളെല്ലാവരും കഴിച്ചു നോക്കിയിട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു മിഠായികളുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്സിൽ, ബനാനയുടെ ഷേപ്പിൽ, ലവ്, സ്റ്റാർ അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള മിഠായിയാണ്. കഴിച്ചു നോക്കുമ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. എന്നാലും ഉണ്ണിക്കൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ നമ്മളിതേ പോയി. അപ്പോൾ ഡിക്കിയിലെല്ലാ സാധനങ്ങളും വെച്ച് പാക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും